നിങ്ങൾ ഈ പറയുന്നത് പോലെ സോക്കോൾഡ് വിദ്യാഭ്യാസം നിങ്ങൾ നൽകുന്നുവെങ്കിൽ, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം ഇന്ത്യയിൽ കൂടുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവർക്ക് അതിനനുസരിച്ചുള്ള തൊഴിൽ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണല്ലോ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ചെയ്യേണ്ട പ്രധാന പരിപാടി. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ 35 വർഷത്തിനിടയിൽ 40 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ഈ രാജ്യം അനുഭവിക്കേണ്ടി വരുന്ന. ഞാൻ തൊഴിലില്ലായ്മ നിരക്കിന്റെ ശതമാനത്തിന്റെ കണക്ക് എങ്ങനെ വന്നു എന്നതിന്റെ ആധികാരികതയാണ് ഞാൻ പറഞ്ഞത്. 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ഈ രാജ്യത്തിലെ യുവതയുടെ 27% ആളുകളുണ്ട്. ആ 27% ആളുകൾ വിദ്യാഭ്യാസം ചെയ്യുകയാണ് മേഡം. ഇനി നിങ്ങൾ 2 വർഷം കഴിയട്ടെ, ഇവർക്ക് തൊഴിൽ കിട്ടും. ഈ കേരളത്തിൽ മാത്രം 25 ലക്ഷം പേർക്ക് സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൂടെ തൊഴിൽ നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദിയത്. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ ആദരണീയനായിട്ടുള്ള TN പ്രതാപന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ പഠിച്ചത് ലണ്ടനിൽ പഠിച്ച് ലണ്ടനിൽ അവിടെ പോയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദിയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതി പ്രകാരം ഈ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം ഒരു വികസനമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ഒരു മൈ റേഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി തുടങ്ങി. അത് നരേന്ദ്രമോദി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയുള്ള വികസനമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ മറ്റൊരു കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, ഈ 3 തവണ പ്രധാനമന്ത്രി ഇവിടെ വന്നതിന്റെ ഫലമായിട്ടാണ് പ്രതാപനെ മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ 4 തവണ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ശശി തരൂരിനെ മാറ്റണ്ടേ? മാറ്റിയില്ലല്ലോ. 3 തവണ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണെങ്കിൽ 4 തവണ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, 3 തവണ പത്തനംതിട്ട വന്നിട്ടുണ്ട്. അവിടുത്തെ മാറ്റിയില്ലല്ലോ. ഇവിടെ ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരു മുക്കുവ സമുദായത്തിൽപ്പെട്ട ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്തെറിയുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. BJP പ്രതിനിധി പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനി അത് ആര് തുടങ്ങിയെന്ന് പറഞ്ഞ്? ഹലോ, ഇവിടെ എത്ര സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഉണ്ടായിരുന്നു സാർ? നരേന്ദ്രമോദി വരുന്നതിനേക്കാൾ മുമ്പ് എത്ര സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഉണ്ടായിരുന്നു? TN പ്രതാപന്റെ മകൻ ആരംഭിച്ച എന്ത് കമ്പനിയോട് സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി? സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ്. അല്ല, മൈ റേഡിയോ അദ്ദേഹം സ്വന്തം കയ്യിലെ പണം കൊണ്ടാണ് സാർ തുടങ്ങിയിട്ടുള്ളത്. എന്റെ ചോദ്യമാണ്, മൈ റേഡിയോ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലെ പണം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മറുപടി ഞാൻ പറയാം. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ്, എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിക്കുള്ള ഒരു സംരംഭമാണത്. അത് TN പ്രതാപന്റെ വ്യക്തിപരമോ അല്ലെങ്കിൽ കുടുംബപരമോ അല്ല. അതിലെ ട്രസ്റ്റിലെ അംഗങ്ങളാണ് അതിനകത്തുള്ളത്. തെറ്റായൊരു മെസ്സേജ് പറയുന്നത് ഞാൻ രണ്ടാമത്തെ ചർച്ചയ്ക്കകത്താണ് ഇത് പറയുന്നത്. സ്നേഹപൂർവ്വം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ്. ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുന്നിൽ നടത്തിയ പ്രവർത്തനം എന്ന് അറിയുമോ? നമ്മുടെ അപർണ അറിയേണ്ടതാണ്. നമ്മുടെ സ്കൂൾ യുവജനോത്സവം ഉണ്ടല്ലോ, അതിന്റെ സംസ്ഥാന തലത്തിൽ മാത്രമാണ് 101 പവന്റെ കപ്പുള്ളത്. 101 ഗ്രാമിന്റെ സ്വർണ്ണ കപ്പ് തൃശ്ശൂർ ജില്ലയിലുണ്ട്. അത് കൊടുത്തു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അത് കൊടുത്തു. ഈ TN പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന് ഒട്ടൊരു നടന്നിട്ടുണ്ട്. അതിലൊരു പദ്ധതി മാത്രമാണ് ഈ പറയുന്ന മൈ റേഡിയോ. അല്ലാതെ BJP പറയുന്ന പോലെ TN പ്രതാപന്റെ മകൻ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചതിന്റെ ഭാഗമായി തുടങ്ങിയതല്ല.